ഇനി നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിലെ പ്രമാടത്ത് NDA സ്ഥാനാർത്ഥികളായി എത്തിയിരിക്കുന്നത് ദമ്പതികളായ 2 പേരാണ്. ശങ്കർ വെട്ടൂരും ഭാര്യ അഞ്ജലി ശങ്കറുമാണ് മത്സരരംഗത്ത് എത്തിയിരിക്കുന്നത്. ശങ്കർ 4-ാം വാർഡിലും അഞ്ജലി 5-ാം വാർഡിലുമാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ പ്രമാടം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ശങ്കർ വിജയിച്ചിരുന്നു. പൊതുപ്രവർത്തനവും വീട്ടുകാര്യവുമെല്ലാം NDA സ്ഥാനാർത്ഥികളായ ശങ്കറിനും ഭാര്യ അഞ്ജലിക്കും ഒരുപോലെയാണ്. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് ഇരുവരും. കഴിഞ്ഞ തവണ പ്രമാടം പഞ്ചായത്തിലെ 5-ാം വാർഡിൽ അംഗമായിരുന്നു ശങ്കർ. ഇപ്രാവശ്യം സിറ്റിംഗ് വാർഡ് 5 വനിതാ സംവരണമായതിനാലാണ് ഭാര്യ അഞ്ജലിയും മത്സര രംഗത്തെത്തിയത്. 4-ാം വാർഡിലാണ് ശങ്കർ ജനവിധി തേടുന്നത്. ഞാൻ നിലവിലെ 4-ാം വാർഡിലെ മെമ്പറാണ്. 4-ാം വാർഡ് വനിതാ സംവരണമായി. അപ്പം അവിടുത്തെ ആളുകൾ എല്ലാവരും അന്ന് കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, അഞ്ജലിയെ തന്നെ മത്സരിപ്പിക്കണം. അപ്പം ശങ്കർ മുമ്പ് കാണുമല്ലോ എന്നൊരു കാഴ്ചപ്പാടാവും അവർക്ക്. കാരണം അവർ പറയുന്നത് മറ്റൊരാൾ വന്നാൽ ശങ്കർ മെമ്പറിന് തുല്യമാവത്തില്ല, അതുകൊണ്ട് വൈഫിനെ തന്നെ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ള നിലപാട് കുറേ നാളുകളായിട്ട് അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ കുടുംബശ്രീ തൊഴിലുറപ്പിൻ്റെ ഉൾപ്പെടെ ആളുകൾ, അമ്മമാർ കുറേ നാളുകൊണ്ട് പറയുന്ന ഒരു ആവശ്യകതയാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ വൈകിയാണ് ആ ഒരു തീരുമാനം എടുത്തത്. മത്സരരംഗത്ത് പുതുമുഖമാണെങ്കിലും ഭർത്താവ് ശങ്കറിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വാർഡിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങളും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ജലി. 5 വർഷക്കാലം ചേട്ടൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർ വികസനങ്ങൾ, ഒരുപാട് റോഡുകൾ, അതുപോലെ തന്നെ പെൻഷന്റെ ആണെങ്കിലും ഹൃദ്യം 2025, ഉണർവ്, തിരങ്ക, അങ്ങനെ ഒരുപാട് പരിപാടികൾ വാർഡുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്കാണെങ്കിൽ പോലും എത്തിക്കാൻ ചേട്ടൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിലാണ് ഇരുവരും. ഭവന സന്ദർശനം ഉൾപ്പെടെ ഇരുവരും ഒന്നിച്ചാണ് നടത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.